ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ രുചികരമായ ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇത് ഹോസ്റ്റലിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്കും പ്രവാസികളായ നമുക്കുള്ളവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ചമ്മന്തിപ്പൊടിയാണ്. ഇത് മാസങ്ങളോളം വെച്ച് നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം. ദാൽ ഫ്രൈയും ചമ്മന്തിപ്പൊടി നല്ല കോമ്പിനേഷനാണ്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായി തിരുമിയ തേങ്ങ 8 എണ്ണം, കനം കുറച്ചരിഞ്ഞ ചെറിയുള്ളി 1½ കപ്പ്, ഇഞ്ചിയും കനം കുറച്ചരിഞ്ഞത് 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, വറ്റൽമുളക് 32 എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാ. പിന്നെ കറിവേപ്പില, ഇത് എത്ര വേണേലും ചേർക്കാം. പിന്നെ ഇതിൽ കഴന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങയെല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും. ഇത് തുടക്കം മുതൽ വാങ്ങുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ഇത് നമ്മൾ സാധാരണ സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും മൂത്ത് കിട്ടാൻ. വിറകടുപ്പിലായതുകൊണ്ട് 1/4 മണിക്കൂർ ആകുമ്പോഴേക്കും ആയി കിട്ടും. അടുപ്പത്ത് വെച്ച് 10-20 മിനിറ്റ് ആയപ്പോഴേക്കും തേങ്ങയുടെ കളർ ഇതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇഞ്ചി, ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഈ തേങ്ങയിൽ കിടന്ന് മൂക്കുമ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനിയും ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി ഇതിൽ പിച്ചി ചീന്തിയിട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പുളിയായോണ്ടാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. ഇനി ഈ പുളിയും കൂടെ ചേർത്തിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇടുമ്പോൾ കൂടിപ്പോകാതെ ഇപ്പം കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ ഇതിലോട്ട് 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അല്ല തേങ്ങയുടെ പുറം ഭാഗമൊക്കെ കരിഞ്ഞ് അകം മൂക്കാതിരിക്കും. ഇപ്പം തേങ്ങയെല്ലാം ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വാങ്ങി വെക്കാം. ഉരുളിയുടെ ചൂടിലിരുന്ന് കുറച്ചുകൂടെ കളർ മാറി മൂത്ത് വന്നോളൂ. വാങ്ങി വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഉരുളിയുടെ ചൂടിലിരുന്ന് കരിഞ്ഞു പോകും. ഇപ്പം കിലുകിലാന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇപ്പം തണുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊടിച്ചെടുക്കാം. എല്ലാം പൊടിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ഞെരടി മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഉള്ളി ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് കേടുവരുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. 6 മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. 6 മാസം മുമ്പ് മോൾക്ക് ഞാൻ കൊടുത്തുവിട്ട ചമ്മന്തിപ്പൊടി ഇപ്പോഴും ഒരു കേടും കൂടാതെ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്